എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബയൺ മ്യൂണിക് vs ലാസിയോ മത്സരത്തെ കുറിച്ചിട്ടാണ്. ഈ ഒരു മത്സരത്തിന്റെ ഫസ്റ്റ് ലെഗ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു. ഇറ്റലിയിൽ വെച്ച് റോമയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു മത്സരം ലാസിയോ ഈ ഒരു ബയൺ മ്യൂണിക്കിനെ ഏകപക്ഷീയമായ 1-0 എന്നുള്ള മാർജിനിൽ ആ ഒരു പെനാൾട്ടി ഗോളിന്റെ ഇതിൽ പരാജയപ്പെടുത്തി നമ്മൾ കണ്ടു. നമുക്കറിയാം ഈ ഒരു അടുത്തിട്ടുള്ള ബയണിന്റെ ഈ ഒരു ഫോമിന്റെ കാര്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ശോകം ഫോമിലാണ് ബയൺ കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ലെഗിന് ശേഷം ആ ഒരു മാച്ചിന്റെ റിവ്യൂലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബയൺ അങ്ങനെയൊന്നും താന്നു പോകില്ല, ഈ ഒരു സെക്കൻഡ് ലെഗിൽ എന്തായാലും ക്വാർട്ടർ ഫൈനലിൽ എൻ്റർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെയാണ് ആ ഒരു മത്സരത്തിന്റെ റിസൾട്ട് അലയൻസ് അറേനയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ലാസിയോന്റെ ഒരു ഗോളിന്റെ ലീഡ് അപ്പം ബയണെടുത്ത് കളയാൻ ഏകദേശം ഫസ്റ്റ് ഹാഫ് തന്നെ 2 ഗോളുകൾ അടിച്ചുകൊണ്ടാണ് ആ ഒരു ഇതിന് അലയൻസ് അറേനയിൽ ലാസിയോക്ക് ബയണ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടൽ 3 ഗോളുകൾക്കാണ് ഈ ഒരു ബയൺ മ്യൂണിക്ക് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3-1 എന്നുള്ള സ്കോറിനാണ് ഈ ഒരു ബയൺ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു സീസണിലെ UCL ടോപ്പ് സ്കോർ സ്ഥാനത്ത് ഹാരി കെയ്ന് 6 ഗോളുകളുമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ എംബാപ്പി ഉണ്ട്. എംബാപ്പി ഇന്നലെ 2 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് നൈറ്റിൽ ഹീറോകൾ എന്ന് പറയുന്നത് ഈ ഒരു എംബാപ്പി ഹാരി കെയ്നുമാണ്. ഹാരി കെയ്ന് 2 ഗോൾ അടിച്ചു, എംബാപ്പി 2 ഗോൾ അടിച്ചു. അങ്ങനെ ബയണിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മാച്ചാണ്. ഇനിയിപ്പോൾ ഈ ഒരു ക്വാർട്ടർ ഫൈനലിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ബയൺ ആരെ കിട്ടും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ബയണും റയൽ മാഡ്രിഡും കയറുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് vs ബയൺ കളി വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുപോലെ തന്നെ PSG മേ ബി മാഞ്ചസ്റ്റർ സിറ്റിയെ കിട്ടാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തെ കുറിച്ചിട്ട് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മറ്റൊരു മത്സരം എന്താണ് നടന്നിട്ടുണ്ടായിരുന്നു, PSG vs റയൽ സോസിഡാഡ്. ഇതിൽ PSG നമുക്കറിയാം ഓൾറെഡി 2-0 വിജയിച്ചിട്ടുണ്ട് ആ ഒരു പാർക്ക് ഡെസ് പ്രിൻസസിൽ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സെക്കൻഡ് ലെഗ് റയൽ സോസിഡാഡിന്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു. അതിൽ റയൽ സോസിഡാഡിന് ഒന്ന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അഗ്രിഗേറ്റിൽ 4-1 സ്കോറിന് ഈ ഒരു PSG വിജയിക്കുകയാണ്. അപ്പോൾ എംബാപ്പനെയാണ് ഇതിലും PSG ഹീറോ എന്ന് പറയുന്നത്. ആ ഒരു എംബാപ്പെ സമ്മറിൽ PSG ലീവ് ചെയ്യുന്നൊക്കെ പറഞ്ഞതിന് ശേഷമുള്ള കുറെ ലീഗ് 1 മത്സരത്തിൽ നിന്നൊക്കെ ഈ ഒരു ലൂയിസ് എൻട്രിയൊക്കെ കുറച്ച് പ്ലേയിങ് ടൈം ഒക്കെ എംബാപ്പന്റെ കുറക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ റഫായിട്ടുള്ള ഡിസിഷൻസ് എംബാപ്പയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ആ ഒരു എംബാപ്പ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. പക്ഷേ എംബാപ്പ സ്റ്റാർട്ട് ചെയ്ത് 2 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ ഒരു മത്സരത്തെ കുറിച്ച് പറയാനുള്ളത്. ഇന്നലത്തെ ആ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള മത്സരം തീർച്ചയായിട്ടും ബയൺ vs ലാസിയോ മത്സരമായിരുന്നു. ഇന്നലെ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു മത്സരം ബയണ് പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 0-0 ഡ്രോ ആകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് രാവിലത്തോട് കൂടി ആ ഒരു തോമസ് തുഷേലിന്റെ പണി തെറിച്ചിട്ടുണ്ടാവും. അത്രത്തോളം ഈ പ്രഷർ ഉണ്ടായിരുന്നു തുഷേലിന്റെ മണ്ടിയിൽ നിന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റയലിനെ ആവും കിട്ടാൻ ചാൻസ്. എൻ്റെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. ഇനിയിപ്പോൾ ഇത് എല്ലാ ലെഗും കഴിഞ്ഞാണ്ട് അടുത്ത വീക്കത്തെ റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ കഴിഞ്ഞാണ്ട് ഡ്രോ ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ബയണിന് ആരെ കിട്ടും ആ ഒരു ക്വാർട്ടർ ഫൈനൽ, അതുപോലെ തന്നെ PSG ആരെ കിട്ടും ആ ഒരു ക്വാർട്ടർ ഫൈനൽ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷമൊക്കെ PSG ഗലാറ്റിക്കോസ് പറഞ്ഞ സംഭവം നടന്നൊരു ഇയറുകളായിരുന്നു കഴിഞ്ഞ 2 സീസൺ എന്ന് പറയുന്നത്. ആ ഒരു 2 സീസണിലും PSG അച്ചീവ് ചെയ്യാൻ കഴിയാത്തൊരു നേട്ടമാണ് ക്വാർട്ടർ ഫൈനൽ, ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ. സംഭവം ചാമ്പ്യൻസ് ലീഗ് അടിക്കാനാണ് സ്ക്വാഡ് ബിൽഡ് ചെയ്തെങ്കിലും ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 പരാജയപ്പെടേണ്ട ഒരു അവസ്ഥയാണ് PSG വരുന്നത് കഴിഞ്ഞ 2 വർഷത്തിലും. അതിൽ ഫസ്റ്റത്തിൽ റയൽ മാഡ്രിഡ് ആയിരുന്നു, പിന്നത്തെ വർഷത്തിൽ ബയണാണ് അവരെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു സീസണിൽ PSG കപ്പടിക്കും? അപ്പോൾ അങ്ങനത്തെ ഒപ്പീനിയൻസ് ഒക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കാം. ഓക്കെ.